അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഞാൻ പരമശിവനെ പോലെ കാളകൂട വിഷം ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. വിഷം, വിദ്വേഷം ഇതൊക്കെ ഞാൻ വിഴുങ്ങുകയാണ് എന്ന്. വലിയൊരു വാക്കാണ്. അത് ഇന്റേണലി മാത്രമല്ല. ഇപ്പം രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം വിഴുങ്ങുകയാണ് എന്ന്. ഒന്നും പ്രകടിപ്പിക്കാറില്ല. കോൺഗ്രസ് പറഞ്ഞാൽ അദ്ദേഹം പലതിലും പ്രകടിപ്പിക്കാറില്ല. പ്രകടിപ്പിക്കും, ഇലക്ഷൻ സമയത്ത് പറയും, അത് പൊളിറ്റീഷ്യനാണ്, അദ്ദേഹത്തിന് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം സൈലന്റ് ആണ്. പത്രങ്ങളിലൂടെ വേണ്ടാത്ത ഒരു കാര്യം പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാകും. ഒരു പ്രധാനമന്ത്രി പിന്നെ എന്ന നിലയിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യും, അല്ലേ? പക്ഷെ അദ്ദേഹം പറയാറേ ഇല്ല. അദ്ദേഹം അത് അവരുടെ സ്പോക്സ് പേഴ്സണൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതിപ്പോ ഏത് വിഷയം വന്നാലും. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തിന് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശക്തികളെ പോലും അദ്ദേഹം അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പൊ എന്തെല്ലാം പ്രകോപനങ്ങളാണ് ട്രംപ് ഉണ്ടാക്കിയത്. ഒറ്റ കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല എന്നുള്ള. പക്ഷെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ നടക്കുകയാണ്, മനസ്സിലായി? ഡയലോഗ് ഇല്ല, ആക്ഷനാണ്. ഈ ചാർലി ചാപ്ലിന്റെ സിനിമ പോലെയാണ്. ഡയലോഗ് ഇല്ല, കംപ്ലീറ്റ് ആക്ഷനാണ്. നമ്മൾ ചിലപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പും, ചിലപ്പോൾ ചിന്തിച്ച് അന്തം വിടും. ചില സമയത്ത് നമ്മൾ പിന്നെ ഇത് ഏത് മായിക ലോകത്താണ് നമ്മൾ എത്തിയതെന്ന് വിചാരിക്കും. ആ വിധത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടീസ് അദ്ദേഹം എങ്ങനെയോ നേടി. അത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ജന്മസിദ്ധമായ കഴിവായിരിക്കും. ജന്മസിദ്ധം മാത്രമല്ല, കർമ്മസിദ്ധവുമാണ്.